തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് ഹസനെ കുടുക്കാൻ പുതിയ ആരോപണവുമായി ആരോഗ്യവകുപ്പ്. യൂറോളജി ഡിപ്പാർട്ട്മെന്റിൽ കീഴിലെ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ കാണാതായെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. ഉപകരണങ്ങൾ കാണാതായതിനെക്കുറിച്ച് വകുപ്പുതല അന്വേഷണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടി ഉണ്ടാകില്ലെന്നും ജനകീയ ഡോക്ടറാണ് എന്നുമുള്ള മുൻ നിലപാടിൽ നിന്നാണ് മന്ത്രി മലക്കം മറിഞ്ഞത്. മന്ത്രിയുടെ പ്രതികരണം: ഡോക്ടർ ഹാരിസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ജെനുവിൻ ആയിട്ടുള്ള ഒരു ഡോക്ടറാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, രോഗികളിൽ നിന്ന് പണം വാങ്ങിച്ചു, അങ്ങനെയൊന്നും ചെയ്യാത്ത വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഡോക്ടറാണ് ഡോക്ടർ ഹാരിസ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇതിനു മുൻപ് ഈ ഡോക്ടറെ കുറിച്ച് നടത്തിയ പ്രതികരണമാണ്. എന്നാൽ ഇന്നിപ്പോൾ എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞത് എന്നതുകൂടി കേൾക്കാം. തിരുവനന്തപുരത്ത് MP-യുടെ ഫണ്ടിൽ നിന്ന് വാങ്ങിച്ച ഒരു ഉപകരണത്തിൻ്റെ ഒരു ഭാഗം കാണുന്നില്ല എന്നുള്ളത് ഈ അന്വേഷണ സമിതി കണ്ടെത്തി. അപ്പോൾ അതിനു മുൻപ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഈ അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിൽ ഇതുണ്ട്, ഇത് കാണുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊരു പക്ഷേ നമ്മുടെ ഒരു അന്വേഷണത്തിൽ മാത്രം നിൽക്കുന്നതല്ല. അപ്പോൾ അതിലൊരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് സമിതി എല്ലാം അവിടെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തല അന്വേഷണം കൂടി നടത്തിയിട്ട് എന്താണ് അതിൻ്റെ റിപ്പോർട്ടെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഫർദർ ആയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. കാരണം കാണിക്കൽ നോട്ടീസിൽ വൈകാരികമായിട്ടായിരുന്നു ഡോക്ടർ ഹാരിസ് ഹസന്റെ പ്രതികരണം. വിദഗ്ധ സമിതി എന്താണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ റിപ്പോർട്ടിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. വിശദീകരണ കത്തിനകത്ത് അവർ തന്നിട്ടില്ല. അവരെന്താണ് എഴുതിയിരിക്കുന്നതെന്നും എനിക്കറിയില്ല. ഇപ്പോൾ കത്തിലൂടെ അറിയിക്കേണ്ട കാര്യമില്ല. നമുക്ക് അവിടുത്തെ HDSൻ്റെ ഒരു സ്റ്റാഫ് ഞങ്ങൾക്ക് തന്നെ ഉണ്ട്. അവരവിടെ സാലറി വാങ്ങിക്കാൻ പോകുമ്പോഴും മറ്റേ ആവശ്യത്തിന് പോകുമ്പോഴും അവർ പോയി പറയാറുണ്ട്. പിന്നെ നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ കത്ത് മുഖേന അറിയിക്കാനുള്ള ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. അത് പറയാൻ എനിക്ക് നാണക്കേടുമുണ്ട്. ഈ കത്തടിക്കാനുള്ള പേപ്പർ വരെ ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കണം. കാരണം അവിടെ ഒരു പ്രിൻ്റ് എടുക്കാനുള്ളൊരു പേപ്പർ പോലും നമുക്കവിടെ കിട്ടിയിട്ടില്ല. ഒന്നുകിൽ നമ്മളത് പൈസ കൊടുത്ത് ഞാൻ 500 പേപ്പർ വെച്ച് വാങ്ങിച്ച് എൻ്റെ റൂമിൽ വെച്ചിട്ടുണ്ട് പൈസ കൊടുത്ത്. സാമ്പത്തിക പ്രതിസന്ധിയൊന്നും അതിനെ അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഒരു പൗരൻ്റെ ജീവിതത്തിനെ സാമ്പത്തിക പ്രതിസന്ധി ഒരു കാരണവശാലും അഫക്റ്റ് ചെയ്യാൻ പാടില്ല. ഡോക്ടർ ഹാരിസിന്റെ തുറന്നു പറച്ചിലുകളിലെ അന്വേഷണ റിപ്പോർട്ട് പൂഴ്ത്തി എന്ന വിവരവും തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരാവകാശ നിയമപ്രകാരം റിപ്പോർട്ട് നൽകാനാകില്ല എന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിലപാട്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഉമേഷ്, ഇതിലിപ്പോൾ ഇന്നലെയും ഡോക്ടർ ഹാരിസ് ഹസൻ പ്രതികരിച്ചു, ഇന്നും അദ്ദേഹം പ്രതികരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം ഇന്നലെയൊക്കെ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ പറഞ്ഞത് എന്തിനു വേണ്ടിയാണ്, ആ കോസ് എന്ത് എന്നുള്ളത് കൂടി അദ്ദേഹം ഒരിക്കൽ കൂടി പറയുകയാണ് ജനങ്ങളോട്. എന്താണ് ആരോഗ്യമന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യം? ഒരു അല്പം വിചിത്രമായ ചില കാര്യങ്ങൾ പറയുന്നത് പോലെയാണ് കേൾക്കുമ്പോൾ തോന്നുന്നത്. പക്ഷേ അത് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യമാണ് എന്നൊക്കെ മന്ത്രി പറയുന്നുണ്ടല്ലോ. എന്തായാലും അനുജ, ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർ ഹാരിസ് ഹസനെതിരെ നടപടിക്ക് കളമൊരുങ്ങുന്നു എന്ന് തന്നെയാണ്. എന്തായാലും ഹാരിസ് ഹസനെതിരെ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിലെ ആരോപണങ്ങൾ ഗുരുതരമായ ആരോപണങ്ങളാണ്. കാരണം അവിടെ ശസ്ത്രക്രിയാ ഉപകരണം ഉണ്ടായിട്ട് പോലും ഒരു രോഗിയുടെ ഒരു ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള ഗുരുതരമായ പരാമർശം ഈ റിപ്പോർട്ടിലുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കണം അദ്ദേഹം ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കാണുമ്പോൾ അദ്ദേഹം വളരെ വൈകാരികമായത്. ഈ അന്വേഷണ റിപ്പോർട്ട് 4 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചായിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് ഫയൽ ചെയ്യിച്ചത്. ഈ അന്വേഷണ റിപ്പോർട്ടിലാണ് ഗുരുതരമായ മറ്റൊരു കണ്ടെത്തൽ പറയുന്നത്. ഇന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത്. അതായത് മോസിലോസ്കോപ്പ് എന്ന ഒരു ഉപകരണം, അത് ഏകദേശം 20 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ ഉപകരണമാണ്. ഇത് ശശി തരൂർ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നാണ് ഈ ഉപകരണം വാങ്ങിയത്. ഇത് കാണാനില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം സാധാരണ വകുപ്പുതല അന്വേഷണത്തിൽ നിൽക്കുന്നതല്ല. ഇതൊരു പക്ഷേ കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകണം. ഒരുപക്ഷേ വിജിലൻസ് അന്വേഷണം അടക്കമുള്ള നടപടിയിലേക്ക് പോകുമോ, അതിനുള്ള സൂചനയാണോ ആരോഗ്യമന്ത്രി നൽകിയത് എന്നുള്ള സംശയമാണ് നിലവിൽ ഉണ്ടാവുക. എന്തായാലും ശശി തരൂർ MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് വാങ്ങിയ ആ ഉപകരണം കാണാനില്ല എന്ന് ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. മോസിലോസ്കോപ്പ് എന്ന ഉപകരണം കാണാനില്ല. എന്തായാലും അത് ഈ വകുപ്പിൻ്റെ മേധാവിയായ ഡോക്ടർ ഹാരിസ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വിദഗ്ധ സമിതിയുടെ തെളിവെടുപ്പിൻ്റെ ഘട്ടത്തിൽ മാത്രമാണ് ഇത് അറിയുന്നത് എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത്. അതേസമയം ഈ വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടാൻ ആരോഗ്യവകുപ്പ് ഇപ്പോഴും തയ്യാറായിട്ടില്ല. ആ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് സർക്കാർ എതിരാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അത് ഈ കേസിലെ കക്ഷി കൂടിയായ ഡോക്ടർ ഹാരിസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത.
വിവരാവകാശ നിയമപ്രകാരം ഞാൻ തന്നെയാണ് ഇത് ചോദിച്ചത്. അപ്പോൾ ലഭിച്ചിരിക്കുന്ന മറുപടി ഇത് നൽകാനാകില്ല, ഇതിന് വിവരാവകാശ നിയമപ്രകാരം 8E8H എന്നീ 2 വകുപ്പുകൾ പ്രകാരം ഇത് നൽകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതായത് 8E എന്ന് പറയുന്നത് ഇത്തരത്തിൽ രോഗിയുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ സ്വകാര്യ വിവരങ്ങളെല്ലാം മറ്റൊരാൾക്ക് നൽകുന്നതിന് തടസ്സമുണ്ട് എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം 8H എന്ന് പറയുന്നത് അന്വേഷണത്തിലിരിക്കുന്ന വിഷയമാണെങ്കിൽ അത് നൽകേണ്ടതില്ല എന്നുള്ളതാണ് ഈ 2 RTI നിയമത്തിലും പറയുന്നത്. പക്ഷേ ഈ വിഷയത്തിൽ അത് ആപ്ലിക്കബിൾ ആകുമോ എന്നുള്ളത് ഇനി അപ്പീലെല്ലാം നൽകി അതിനുശേഷം മാത്രമേ അറിയാൻ കഴിയൂ. പ്രാഥമികമായി മനസ്സിലാക്കുന്നത് ഇത് 8E ഉം 8H ഇതിൽ നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടർ ഹാരിസ് ഹസൻ നേരത്തെ ഈ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ല എന്നുള്ളത് രേഖാമൂലം അറിയിച്ചിട്ടില്ല എന്നുള്ള വാദം തെറ്റാണെന്ന് തെളിയിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അത് മാർച്ച് മാസത്തിലും ജൂൺ മാസം 6-ാം തീയതിയും സമാനമായി സൂപ്രണ്ടിനും HDS സെക്രട്ടറിയായ സൂപ്രണ്ടിനെ ഈ രേഖാമൂലം തന്നെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഈ അന്വേഷണ റിപ്പോർട്ടിൽ മറ്റൊരു പ്രശ്നമുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ 20-ാം തീയതിക്ക് ശേഷം അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ രേഖകൾ പൂർണ്ണമായി ഡോക്ടർ ഹാരിസ് ഹസനെ പൂർണ്ണമായി ഒരു സുരക്ഷിതത്വം നൽകുന്നില്ല. എങ്കിൽ പോലും രേഖാമൂലം 2 തവണ അറിയിച്ചതിൻ്റെ രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ ഹാരിസ് ഹസൻ ഇന്ന് വൈകിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കും. ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് എന്നതുള്ളത് വിശദമായി ഡോക്ടർ ഹാരിസിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം ഇതിൽ മറുപടി നൽകേണ്ടതുണ്ടല്ലോ, മറുപടി നൽകാൻ തയ്യാറാണ് എന്ന് ഇന്നലെയും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്തൊക്കെയാണ് റിപ്പോർട്ടിലുള്ളത്, എന്തൊക്കെയാണ് പിഴവുകളായി ചൂണ്ടിക്കാട്ടപ്പെട്ടിരിക്കുന്നത് എന്ന്? അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഇന്നും മാധ്യമങ്ങളെ കാണുമ്പോൾ പറഞ്ഞതാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള ആവശ്യമാണ് അദ്ദേഹം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം ഈ അന്വേഷണ സമിതിയിലെ 4 അംഗ സമിതിയാണ് നിയോഗിച്ചത്. ഈ ആളുകളെല്ലാം തനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ആളുകളാണ്. അവർക്ക് താൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അറിയാവുന്ന ആൾക്കാരാണ്, തൻ്റെ ആത്മാർത്ഥത അറിയാവുന്ന ആൾക്കാരാണ്. തനിക്കെതിരെ ബോധപൂർവം ഇത്തരം റിപ്പോർട്ടുകളിൽ ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല. അതായത് താൻ ഒരു ശസ്ത്രക്രിയ മുടക്കി എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ള വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത്. ഒപ്പം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം വൈകാരികമാകുന്നതിന് തൊട്ട് മുൻപ് പറഞ്ഞത്, ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്നും ഒരു പൗരൻ്റെ ചികിത്സ തടസ്സപ്പെടുന്ന നിലയിലേക്ക് ഉയരാൻ പാടില്ല എന്നുള്ളതാണ്. എന്തായാലും ഒരു ആത്മാർത്ഥതയുള്ള ഒരു ഡോക്ടർക്ക് ഈ പുറത്ത് നേരത്തെ ഡോക്ടർ തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ വിദേശത്ത് ജോലി ചെയ്തിരുന്ന സമയത്ത് കേരളത്തിലേക്ക് വന്നത് സേവനം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ്. എന്തായാലും അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ ഒരു നടപടിക്ക് കളമൊരുങ്ങുന്നത്. അനുജ, അതാണിപ്പോൾ ഡോക്ടർ ഹാരിസിന്റെ പ്രതികരണം ഇന്ന് വന്നു. ഒപ്പം തന്നെ ആരോഗ്യമന്ത്രിയും പ്രതികരിക്കുന്നു. അതിൽ ഗുരുതരമായ ചില കാര്യങ്ങളാണ് ആരോഗ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയത്. ഉപകരണങ്ങൾ കാണാതായിട്ടുണ്ട് എന്ന് പറയുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.